ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ്. എമിലി ഡിക്കിൻസൺ എഴുതിയ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു കവിത. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കവിതയിൽ പഠിക്കുന്നത് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിലെ പോയറ്റിക് ഡിവൈസസ് കാണിച്ചുതരാം. എങ്ങനെയാണ് നമ്മൾ ഈ വരികളെ കുറിച്ച് എഴുതേണ്ടത് എന്നുള്ളതും ഞാൻ കാണിച്ചുതരാം. ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ വരിയിലും എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വരിയിൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും വരിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ്. തൂവലുകളൊക്കെയുള്ള, ചിറകുകളൊക്കെയുള്ള ഒരു സാധനമാണ് എന്ന് ഇവിടെ പറയുന്നു. എന്താണ് ഈ തൂവലുകൾ ഉള്ളത്? എന്താണ് ഈ ചിറകുകളൊക്കെ ഉള്ളത്? എന്താണ്? ബേർഡ്സ് ആണ്. അപ്പൊ പക്ഷികളുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. അതായത് പ്രതീക്ഷ എന്ന് പറയുന്നത് പക്ഷികളെ പോലെയാണ് എന്ന് പറയുന്നു. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. പേർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുകൂട്ടുക എന്നാണ് അർത്ഥം. എന്താണ്? കൂടുകൂട്ടുക എന്നാണ് അർത്ഥം. അപ്പൊ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പോലെയാണ്. ആ പക്ഷി കൂടുകൂട്ടുന്നത് നമ്മുടെ ആത്മാവിനകത്താണ്. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. എന്നിട്ടോ ആ ഒരു കിളി പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. ആ പാട്ടിന് വാക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല. വിത്തൗട്ട് എനി വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ആ പാട്ട് ഒരിക്കലും നിർത്തില്ല. പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനകത്ത് നമുക്ക് സ്ട്രെങ്ത് തരുന്ന, നമുക്ക് ശക്തി തരുന്ന, നമുക്ക് കറേജ്, ധൈര്യം തരുന്ന ഒരു സാധനമാണ്. അതൊരു കിളിയാണ്. ആ കിളി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരിക്കലും അവിടെ നിർത്തുന്നില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ 4 വരിയിൽ എന്തൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ് ഉള്ളത്? ഇവിടെ ഹോപ്പിനെ ഒരു ബേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആണ്. രണ്ടാമത്തത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇവിടെ ഹോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവനുള്ള സാധനമൊന്നുമല്ല. പ്രതീക്ഷ എന്ന് പറയുന്നതിന് ജീവനൊന്നുമില്ല. പക്ഷെ ഇവിടെ ഹോപ്പ് പാട്ട് പാടും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് വേർഡ്സ് എന്ന് പറയുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജീവനില്ലാത്ത ഒരു സാധനമല്ലേ നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലാത്ത എന്തും മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഡാൻസ് ചെയ്യുക, സിങ് ചെയ്യുക, കുക്ക് ചെയ്യുക, വാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. അത് വേറൊരു പോയറ്റിക് ഡിവൈസ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റാൻസയിൽ ഒന്നാമത്തെ 4 വരിയിൽ നമുക്ക് 2 പോയറ്റിക് ഡിവൈസസ് ആണ് കാണുന്നത്. ഒന്ന് മെറ്റഫർ ആണ്, 2 പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. ഈ പാട്ടിലെ, അതായത് പ്രതീക്ഷ നമ്മുടെ ആത്മാവിനകത്ത് നിന്നുകൊണ്ട് പാടുന്ന പാട്ട്, ആ പാട്ട് സ്വീറ്റസ്റ്റ് ആണ്, ഏറ്റവും മധുരമുള്ളതാണ്. എപ്പോഴാ? ഇൻ ദ ഗെയിൽ. ഗെയിൽ എന്ന് പറയുന്നതല്ലേ ഒരു കൊടുങ്കാറ്റാണ്. എന്താണ്? ഒരു കൊടുങ്കാറ്റാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോം ആണ്. ആ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ലൈഫിലുള്ള പ്രോബ്ലംസ് ആണ്. ചാലഞ്ചസ് ഇൻ ലൈഫ്. ജീവിതത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ചാലഞ്ചുകൾ നമ്മുടെ ലൈഫിലേക്ക് വരാം. അതിനെയാണ് ഇവിടെ കൊടുങ്കാറ്റടിക്കുക, ഗെയിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൊടുങ്കാറ്റടിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിലുള്ള പ്രതീക്ഷ പാടുന്ന ഒരു പാട്ടില്ലേ, അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന ധൈര്യമില്ലേ, അത് വളരെ സ്വീറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് വളരെ മധുരമുള്ളതായിരിക്കും, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ പെയിൻഫുൾ എന്നാണ് അതിന്റെ അർത്ഥം. വേദനിപ്പിക്കുന്ന. എന്താണ്? സ്റ്റോം എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റ് തന്നെയാണ് അതിന്റെയും അർത്ഥം. ഈ കൊടുങ്കാറ്റ് എന്ന് പറയുന്നതും എന്തിനെയാണ്? ലൈഫിലുള്ള ചാലഞ്ചുകളാണ്. ഇങ്ങനെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ടഫർ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര സോറായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിരിക്കും. എന്നിട്ട് എന്ത് പറയുന്നു? ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം എന്ന് പറയുന്നു. നമ്മുടെ ലിറ്റിൽ ബേർഡ് എന്താണ്? ലിറ്റിൽ ബേർഡ് ഹോപ്പാണ്. ആ ഹോപ്പിന് ചിലപ്പോ അല്ലേ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അബാഷ് ചെയ്തേക്കാം. അബാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പം ആ ഒരു കുഞ്ഞിക്കിളിയെ അത് ഡിസ്ട്രോയ് ചെയ്തേക്കാം. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം എന്ന് പറഞ്ഞാലല്ലേ അവിടെ ഒരു കംഫർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രതീക്ഷ ഒരുപാട് തരത്തിൽ നമ്മളെ കംഫർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ കിളി
അത് ചിലപ്പോൾ അബാഷ്ഡ് ആയേക്കാം. അബാഷ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിഡ് ആയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പേടിച്ചേക്കാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒന്ന് പേടിച്ചേക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രൈറ്റൻഡ് ആവുക എന്നും അതിനർത്ഥം വരുന്നുണ്ട്. ഫ്രൈറ്റൻഡ് ആവുക എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാൻസയിൽ എന്തൊക്കെ പോയറ്റിക് ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും നോക്കിയേ. ഇവിടെ ഗെയില് സ്റ്റോം എന്നൊക്കെ പറയുന്നില്ലേ, ഈ ഗെയില് സ്റ്റോം എന്നൊക്കെ പറയുന്നത് ശരിക്കും ലൈഫിലുള്ള ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ ചാലഞ്ചുകളാണ്. ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ബുദ്ധിമുട്ടുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ലിറ്റിൽ ബേർഡ് എന്താ? അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ലിറ്റിൽ ബേർഡ് പ്രതീക്ഷയുടെ സിംബോളിസമാണ്. സിംബോളിസം എന്ന് പറയുന്നതും ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. നേരിട്ടുള്ള അർത്ഥമല്ല, അതിന്റെ താഴെയുള്ള ഒരു അർത്ഥമാണ്, ഒളിഞ്ഞു കിടക്കുന്ന ഒരു അർത്ഥത്തിനെയാണ് നമ്മൾ സിംബോളിസം എന്ന് പറയുന്നത്. ഇനി ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വരികൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും. ഇപ്പൊ കവിതയിൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചിക്കൻ ബിരിയാണിയുടെ ഒരു ഇമേജ് വരും. അതുപോലെ തന്നെ ഇവിടെ ചില സമയത്ത് നമ്മളൊരു കാര്യം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഈണമാണ് വരിക, അല്ലെങ്കിൽ ഒരു ശബ്ദമാണ് വരിക. ഇപ്പൊ ഞാൻ ഒരു കുയിലിന്റെ സ്വരം എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സൗണ്ടാണ് വരുന്നത്, ചിത്രമല്ല വരുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഓഡിറ്ററി ഇമേജറി എന്നാണ് പറയാം. ഇവിടെ സ്വീറ്റസ്റ്റ്, ആ സോങ് വളരെ സ്വീറ്റസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററി ഇമേജറിയാണ്. പിന്നെ സോർ മസ്റ്റ് ബി ദ സ്റ്റോം, സോർ സ്റ്റോം, കണ്ടോ ആ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കുക്കർ വിസിൽ അടിക്കുന്ന പോലത്തെ ഒരു ഇങ്ങനെ ചില അക്ഷരങ്ങൾ, അതായത് ഒരു വാക്കിന്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ അക്ഷരം ഒരു വരിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, എല്ലാ ലെറ്റേഴ്സും അല്ല, കൺസണന്റ് സൗണ്ട്സ്, അതായത് നമ്മുടെ AEIOU അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സോർ മസ്റ്റ് ബി ദ സ്റ്റോം, സോർ സ്റ്റോം, സ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇത് അലിറ്ററേഷൻ ആണ്. ഇനി സ്റ്റാൻസ നമ്പർ 3 ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I have heard it in the chillest land and on the strangest sea. ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് എന്നും സ്ട്രേഞ്ചസ്റ്റ് സീ എന്നൊക്കെ പറയുന്നതില്ലേ, ലൈഫിൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻസ് ആണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? അൺഫെമിലിയർ സിറ്റുവേഷൻസ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? ചിലപ്പോൾ അത് ഭയങ്കര ഡാർക്ക് ആയിരിക്കും, ലോൺലിയസ്റ്റ് ആയിരിക്കും, നമ്മൾ ഒറ്റക്കായിരിക്കും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരെ മനസ്സിലാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിനാണ് നമ്മൾ ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് എന്നും സ്ട്രേഞ്ചസ്റ്റ് സീ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഇതും സിംബോളിസം തന്നെയാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട് എന്നാണ്. ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സോങ് ഓഫ് ഹോപ്പ് ആണ്. പ്രതീക്ഷ നമ്മുടെ ആത്മാവിനകത്ത് ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ആ പാട്ട്, അത് ഞാൻ എവിടൊക്കെ കേട്ടിട്ടുണ്ട്? ലൈഫിൽ വളരെ ലോൺലി ആകുന്ന സമയത്ത്, ഒറ്റക്കാവുന്ന സമയത്ത്, ഡാർക്കസ്റ്റ്, ഒറ്റപ്പെടുന്നതോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മൊത്തത്തിൽ ഒരു ഇരുട്ടാകുന്ന സമയത്ത്, പിന്നെ അൺഫെമിലിയർ സിറ്റുവേഷൻസ്, ഒട്ടും പരിചയമില്ലാത്ത സിറ്റുവേഷൻസിൽ, ഇപ്പോഴൊക്കെ ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്? ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി yet never in extremity it asked a crumb of me. എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് അങ്ങേയറ്റം ഡെസ്പറേറ്റ് ആയിട്ടുള്ള മൊമെന്റ്, അതായത് അങ്ങേയറ്റം എന്താ പറയാ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്തും അങ്ങേയറ്റം കഷ്ടപ്പെട്ട സമയത്തൊന്നും പ്രതീക്ഷ തിരിച്ച് എൻ്റെ അടുത്ത് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ, നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അങ്ങേയറ്റം മോശമായ സിറ്റുവേഷനിലും അങ്ങേയറ്റം എന്നെ ഹെൽപ്പ് ചെയ്ത സിറ്റുവേഷനിലും അത് തിരിച്ച് ഒരു ക്രംബ് പോലും എന്നോട് ചോദിച്ചില്ല എന്നാണ്. ക്രംബ് എന്ന് പറഞ്ഞാൽ തരിമ്പും എന്നാണ് അർത്ഥം. ഒരു തരിമ്പും തിരിച്ച് എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഈ പ്രതീക്ഷ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ധൈര്യം തന്നിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ശക്തി തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് നമുക്ക് കാണാനും കൂടെ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഇതൊരു ടാക്ടൈൽ ഇമേജറി എന്ന് പറയാം. ചില്ലസ്റ്റ് ലാൻഡ്, തണുത്തുറഞ്ഞ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യാം, അല്ലെ? അതുപോലെ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുമ്പോൾ ആ ഒരു കടല് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും എന്ത് തന്നെയാണ്? സിംബോളിസം ആണ്. അത് ഉദ്ദേശിക്കുന്നത് ലൈഫിലുള്ള ലോൺലിനെസ്, സഫറിങ്, അൺസർട്ടിനിറ്റി, അതായത് നമുക്ക് എന്താണ് വരാനിരിക്കുന്നത് എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പിന്നെ ഇവിടെ ക്രംബ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. പക്ഷെ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് മെറ്റഫർ ആണ്. അതിന്റെ ആവശ്യമില്ല. ഈ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ടത്. ഇത്രയും പോയറ്റിക് ഡിവൈസസ്
എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള എക്സ്പ്ലനേഷൻ, മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു ചാപ്റ്റർ സമ്മറിയിലെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് ഓരോ വരിയും വളരെ സമയം എടുത്തുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം കാണാം. അവിടെ നിങ്ങളുടെ പേരും നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സും കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ ചോദിച്ചറിയാൻ പറ്റും. സോ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടണം എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് ഓണം എക്സാമിന് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഇനി വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പൊ വേറൊരു കാര്യം കൂടെ, ഇത് നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.